4,85,000 2017, 2018 രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് ഇങ്ങനെ ഇറക്കാം. ഇനാഗുറേഷനൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരു 5 രൂപ കുറക്കാം, ഒരു 10 രൂപയ്ക്കല്ലോ. 10 രൂപയ്ക്ക് 40,000 ഉണ്ടെങ്കിൽ 2018 ക്രെറ്റ ഫുൾ ഓപ്ഷന് ഡീസൽ വണ്ടി ഇവിടെ ഇറക്കാം. അതെ അതെ. കമ്പനി കേൾക്കുന്നുണ്ട് ഒരാളോട് ഇന്ന് കിലോമീറ്റർ ചോദിച്ചിട്ട് അതിന്റെ കറക്റ്റ് കിലോമീറ്റർ പറയുന്നത് 84,671. ഏതെങ്കിലും ഷോറൂമിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. സ്മുത്താണേ. അപ്പം നമ്മളെ മലപ്പുറം ഭാഗത്ത് ഒരു പുതിയൊരു ആള് വന്നിട്ടുണ്ട്, റിയൽ ഡീൽ ഹൈദർഗ. നമുക്ക് ഇനാഗ്രേഷൻ ഒക്കെ ആയിട്ട് ഇന്നിപ്പോ ഇനാഗ്രേഷൻ ആണ് വരുന്നത്. രാവിലെ തന്നെ നമ്മൾ വന്നിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മാക്സിമം ഒരു ഓഫർ കൊടുക്കും നിങ്ങള്. ഒരുപാട് ആൾക്കാർ ഏറ്റവും ഫേവറേറ്റ് ഒരു സാധനമാണ് ഒരു സിയാസ് എന്ന് പറഞ്ഞത്. അത് അത്യാവശ്യം മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്ത് ഡുവൽ ടോണിൽ അലോയി കാര്യങ്ങളൊക്കെ ചെയ്ത ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് മോൾ പറഞ്ഞത് 2016 അല്ലേ? 2016 ഡീസൽ മാത്രമല്ലെങ്കിൽ പെട്രോൾ വേണമെങ്കിൽ പെട്രോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ 2017 സ്വിഫ്റ്റ് ഒക്കെ ഇങ്ങനെ തരാൻ പോകുന്നത് 4,85,000 രൂപയ്ക്ക്. ശരി ഇതൊക്കെ മാക്സിമം ഓഫർ കൊടുക്കും. മാക്സിമം കൊടുത്തിട്ടുണ്ടല്ലോ. മാക്സിമം കൊടുക്കും. കാരണം ഇനിയും വണ്ടികളൊക്കെ ഒരുപാട് വരാനുണ്ട്, പുറത്ത് വണ്ടികളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേജ് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇന്ന് ഏതാ ദിവസം? 29-ാം തീയതി അല്ലേ? 29-ാം തീയതി വെള്ളിയാഴ്ച ഈവനിങ് 3 മണിക്കാണ് ഇവിടെ ഇനാഗ്രേഷൻ വരുന്നത്. അപ്പൊ ഇനാഗ്രേഷന്റെ ഇപ്പൊ എനിക്ക് പങ്കെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല. രാവിലെ തന്നെ ഓടി വന്നത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. എന്നാലും ആ ഒരു ഓഫർ നിങ്ങൾ തരുമ്പോൾ മാക്സിമം അത് നിങ്ങളെ മുന്നിലേക്ക് കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ വന്നത്. മാക്സിമം കൊടുക്കും, ഓഫർ കൊടുക്കും. മാക്സിമം കൊടുക്കും. ക്രെറ്റ അതേപോലെ തന്നെ 2018 അല്ലേ? 2018 ഡീസൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഷിയാസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിലും നിസാന്റെ ടെറാന വരുന്നുണ്ട്, അമേസ് വരുന്നുണ്ട്, ഇഗ്നിസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്ത് ബ്രസ വരുന്നുണ്ട്, ആർട്ടിക്ക വരുന്നുണ്ട്. ഇനി ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് കയറാനുണ്ട്. അപ്പൊ എന്തായാലും ഹൈദർഖാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കുക. നിങ്ങൾ എന്തായാലും വിളിച്ചോളി. അപ്പൊ ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് മോങ്ങം, മലപ്പുറം മോങ്ങം ഹിൽ ടോപ്പ് അറബി കോളേജ് റോഡിന്റെ മൂന്നാമത്തെ ഷോപ്പാണ് വരുന്നത്, റിയൽ ഡീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഹൈദർഖാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അവസരം തന്നെയായിരിക്കും. ഇനാഗ്രേഷൻ ഒക്കെ ആണ് മോനെ, ചിലപ്പം പ്രൈസിൽ നല്ലൊരു മാറ്റം വരും. ഹൈദർഖാൻ നമുക്ക് ഫസ്റ്റ് തന്നെ സ്വിഫ്റ്റ് നാട് തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017-18 രജിസ്റ്റർ. 2017 പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ആണ്. ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 87. ചെറിയ ഓട്ടോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഇസ്റ്റൊക്കെ അവൈലബിൾ അല്ല. കറക്റ്റ് കമ്പനി സർവീസ്. അത്യാവശ്യം ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? 4,85,000 രൂപയ്ക്ക് 2017, 2018 രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് ഇങ്ങനെ ഇറക്കാം. കഴിഞ്ഞിട്ടില്ല. 2 സിയാസ് വരുന്നുണ്ട്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. ഇത് ഡീസൽ ആണ്. ഇത് ഒരു മെറൂൺ കളർ ടച്ച് വരുന്നത് പെട്രോൾ ആണ് വരുന്നത്. കാരണം ഞാനിവിടെ ഈ ഒരു സിയാസിന്റെ മുകളിൽ എക്സ്ട്രാ വർക്ക് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബ്ലൂ കളറാണ് വരുന്നത്, ഡുവൽ ടോണില്. അതേപോലെ തന്നെ അലോയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡീസൽ പ്ലസ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. 2000 ഏതാ മോഡൽ വരുന്നത്? 2016 മോഡല്. ഓൺഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 152. ഇസ്റ്റൊക്കെ അവൈലബിൾ ആണ്. കറക്റ്റ് കമ്പനി സർവീസ് ആണ് വരുന്നത്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് പൊട്ടിയിരുന്നു, കമ്പനി തന്നെ റീപ്ലേസ് ചെയ്തതാണ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വേണ്ടത്? ഇത് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന ടൈപ്പ് 2016 ഡീസൽ 1.5 ലക്ഷം ഓടിയിട്ടുണ്ട്. കറക്റ്റ് ഹിസ്റ്ററി. മാരുതിയിൽ ഒരു സെഡാൻ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കോസ്റ്റ്ലി വീലാണ്. ഏകദേശം ആ വീലിന്റെ പൈസ ഒന്നും ചോദിക്കില്ലല്ലോ. വീലിന്റെ പൈസ ചോദിക്കാതെ എത്ര ലാസ്റ്റ് ഫൈനൽ എത്ര? 6 ലക്ഷം രൂപ. ഇനി എന്തും കുറയോ? ഇതൊക്കെ നിങ്ങൾ ഇനാഗ്രേഷൻ ഒക്കെ സംബന്ധിച്ച് നമുക്ക് 5 രൂപ കുറക്കാം. 10 രൂപയ്ക്കല്ലോ. 6,40,000 രൂപ. എത്ര ലോൺ കയറും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഈ ഒരു സ്വിഫ്റ്റ് അമൗണ്ട് വരുന്നത് 2015 ഡീസലോ പെട്രോളോ? ഡീസൽ. 2015 ഡീസൽ. ഓണർഷിപ്പ് ആയിരുന്നത്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര ഓട്ടോ ഓടിയിട്ടുണ്ട്? 157 കറക്റ്റ് കമ്പനി സർവീസ്. 157 കറക്റ്റ് കമ്പനി. ഇത്തിരി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. 4 പുതിയ ടയർ വരുന്നുണ്ട്. വണ്ടി വന്ന് എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറെ പണികളൊന്നുമില്ല. വണ്ടി ഓടിച്ച് ഉഷാറാക്കാം. ഓക്കെ. ലാസ്റ്റ് ആട്ടോ ചോദിക്കുന്നത് 2015 അല്ലേ പറഞ്ഞത്? 2015 ഡീസൽ സ്വിഫ്റ്റ്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 5 രൂപയാണ് റേറ്റ്. എന്തെങ്കിലുമൊക്കെ ഉദ്ഘാടനം സംബന്ധിച്ചുകൊണ്ട് ഒരു 10 രൂപ കുറക്കാം. 490 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഈ ഒരു സിയാസ് മറ്റേ ഒരു മെറൂൺ ടച്ച്. അതെ. ഏതാ മോഡൽ വരുന്നത്?
ഇത് 2016-17 റേസർ. 2016-2017 രജിസ്ട്രേഷൻ. ഓണർഷിപ്പ് പറഞ്ഞത് ഇത് സെക്കൻഡ് ഓണർ ആണ്, ഡോക്ടർ യൂസ് ആണ്, നമ്മളെ പേരിലേക്ക് മാറ്റി തന്നാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഡോക്ടർ യൂസ് ഒന്നും നമ്മുടെ പ്രസക്തി ഇല്ല. എത്ര കിലോമീറ്റർ പറഞ്ഞത്? ഇത് 81 മിനിറ്റ് നോക്കിട്ടില്ല, കാരണം ഓൾമോസ്റ്റ് വണ്ടികളൊക്കെ കേറിയിട്ടുള്ളല്ലേ. 72,000 കിലോമീറ്റർ. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സിയാസ് ആണ് വരുന്നത്. ZXi ഓട്ടോമാറ്റിക് ആട്ടോ, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. റീപ്ലേസ് വരുന്നുണ്ടോ? ഒന്നുമില്ല. ഫൈനൽ പറഞ്ഞാൽ 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ 2017. ഇത് 6.25 ലക്ഷം രൂപയാണ് ഇതിന്റെ പ്രൈസ്. ഇന്ന് നമ്മളെ ഉദ്ഘാടനം സംബന്ധിച്ചുകൊണ്ട് 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപയ്ക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നിസാന്റെ ടെറാനോ ആണ് വരുന്നത്. നിസാന്റെ ടെറാനോ ഏതാ മോഡൽ വരുന്നത്? 2016. 2016. അതെ. 85 ആണോ? 85. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് വരുന്നത്. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഇസ്റ്റൊക്കെ അവൈലബിൾ അല്ലേ? കറക്റ്റാ. ലാസ്റ്റ് ഫൈനൽ 4 ടയറും ഉണ്ട്, പുത്തൻ ടയറാണ്. 2016 അല്ല 16 പക്ക മോഡലുണ്ട്. 2016. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ എത്ര? ലാസ്റ്റ് ആലോചിച്ചിട്ട് നല്ല പ്രൈസ് കുറച്ചിട്ട് നമ്മളോട് പറഞ്ഞാൽ മതി. 5.25 രൂപ. 5.25. 2014 നിസാന്റെ ടെറാനോ 5.25. എത്ര ലോൺ കയറും? 5 രൂപ വരെ ലോൺ. 5 രൂപ വരെ ലോൺ കയറും. ഓക്കെ. ഇനി അതേപോലെ തന്നെ ടാറ്റ ഇൻഡിക വിസ്റ്റ 2011. ഓണർഷിപ്പ് പറഞ്ഞത്? ഇത് സെക്കൻഡ് ഓണർ. ഡീസൽ അല്ലേ വരുന്നത്? ഡീസൽ. എത്ര കിലോമീറ്റർ? 84,670. 84,000. കറക്റ്റ് കമ്പനി കേൾക്കുന്നുണ്ട്. ഒരാളോട് ഇന്ന് കിലോമീറ്റർ ചോദിച്ചിട്ട് അതിന്റെ കറക്റ്റ് കിലോമീറ്റർ പറയുന്നത് 84,671. ഏതെങ്കിലും ഷോറൂമിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ഇത് പ്രൈസ് എങ്ങനെ വരുന്നത്? കറക്റ്റ് 2.25 ലക്ഷം രൂപ. 2.25 ലക്ഷം രൂപ. 2,25,000 രൂപ അല്ലേ? ഓക്കെ. ഞാൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അമേസ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2015. 2015. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ. റിയ ആണോ കേരള ആണോ? ഒറിജിനൽ കേരള. 2015 അല്ലേ? ഓണർഷിപ്പ് വരുന്നത്? തേർഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1,37. 1,35,000. റീപ്ലേസ് വരുന്നുണ്ടോ? ഒന്നുമില്ല. ഇസ്റ്റൊക്കെ അവൈലബിൾ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 5 രൂപയാണ് പ്രൈസ്. ഇന്ന് എത്ര ദിവസമായതുകൊണ്ട് 4.25 ലക്ഷം രൂപ. 4,75,000 രൂപ. 2015 അമേസ് കേട്ടോ. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഇഗ്നീസ് വന്നിട്ടുണ്ട്. KL1 അങ്ങ് തലസ്ഥാനത്ത് ഓൾറെഡി സെയിൽ ആയതാണ്. പക്ഷെ എങ്കിലും ചെറിയൊരു പരിക്കുണ്ട്, ഫ്രണ്ട് തട്ടിയിട്ടുണ്ട്, ഹിസ്റ്ററിയിലുണ്ട്. മേജർ ആയിട്ടുള്ളതാണോ? മേജർ ആയിട്ടുള്ളതെന്ന് വെച്ചാല് പാനല് കാര്യങ്ങളൊക്കെ തട്ടി മാറ്റിയതാണ്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2019. 2019. ഓട്ടോമാറ്റിക് ആണ്. 2019 ഓട്ടോമാറ്റിക് ഇഗ്നിസ് 40,000 കിലോമീറ്റർ മാത്രം ഓടിച്ചിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഏകദേശം എത്ര ചോദിക്കുന്നത്? ഇത് 5.25 രൂപ. 5.25. ഇത് ശരിക്കും 6.25 ലക്ഷം രൂപയുടെ വണ്ടിയാണ്. ഇത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് 5.25 ഫൈനലായിട്ട്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ബൊലേറോ ഏതാ മോഡൽ വരുന്നത്? 2018. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ZLX. ഓണർഷിപ്പ് വരുന്നത്? ഇത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 1,37. കറക്റ്റ് കമ്പനി സർവീസ്. റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? 7,60,000. എത്ര ലോൺ കയറും? ഇത് 7 ലക്ഷം രൂപ വരെ ലോൺ. ഈ ഒരു ബ്രസ് ഏതാ മോഡൽ വരുന്നത്? ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് 2018 ഡീസൽ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഫൈനൽ നോക്കാം. എത്ര ഓടിയിട്ടുണ്ടാവും? 2012 പറഞ്ഞത്. ഒന്നിന്റെ മുകളിൽ എന്തായാലും ഓട്ടം ഉണ്ടാവും. സംതിങ് ഓടിയിട്ടുണ്ട്. ഡീസൽ. എത്ര ചോദിക്കുന്ന പ്രൈസ്? ഇത് 8 രൂപ. 8 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇതുമൊരു 7 ലക്ഷം രൂപ വരെ കയറും. 7 ലക്ഷം വരെ. 8 നമുക്ക് എന്താ പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു 5-10 രൂപ. 10 രൂപ. 90 ലാസ്റ്റ് 2012 പ്ലസ് തരാൻ പോകുന്നത്. ഈ ഒരു ഐറ്റന്റിയോ? ഇത് 2012. ഓണർഷിപ്പ് വരുന്നത്? സോറി, അല്ല 2014 ഐറ്റന്റി ആണ്. ഓണർഷിപ്പ് വരുന്നത്? ഇത് തേർഡ് ഓണർഷിപ്പ്. ഡീസൽ ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1,11. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ അല്ലേ? ഹിസ്റ്ററി അത്ര ക്ലിയർ അല്ല. ചെക്ക് ചെയ്താൽ കിട്ടും. ഓക്കെ. എത്ര തേർഡ് ഓണർഷിപ്പ് ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 2,40. 2,40,000. എത്ര ലോൺ കയറും? ഇതിന് ഒരു 1.5 വരെ ലോൺ ചെയ്തത്. ഓക്കെ. ഈ ഒരു
ഇത് 2018 മോഡൽ. 2018 ഡീസൽ അല്ലേ? അതെ, 2018 ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. പുഷ് ബട്ടൺ ഒക്കെ വരുന്ന ടൈപ്പ്. മാനുവൽ അല്ലേ വരുന്നത്? മാനുവൽ ആണ് വരുന്നത്. ഓൺഷിപ്പ് വരുന്നത് ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1 സംതിങ് ആണ്, പക്ഷേ കിലോമീറ്റർ ജെന്യൂൻ അല്ല. റീപ്ലേസ്മെന്റ് 2 ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്, ഈ പാനലും മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്രോൺ ബോണറ്റ് ഒന്നുമില്ല. കാര്യങ്ങൾ ഉള്ള പോലെ പറയും, കാരണം ഇങ്ങനത്തെ ചെറിയ വർക്ക് കാര്യങ്ങളൊന്നും മാറും ഓപ്പൺ ആയിട്ട് പറയാത്തതാണ്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഫൈനൽ നിങ്ങളെ കയ്യിൽ എത്ര ഞാൻ തരണം? ഇത് 10.5 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ. ഇനി എന്തെങ്കിലും അറിയോ? ഒന്നും ചെയ്യാല്ല. ഈ ഉദ്ഘാടനം സംബന്ധിച്ചുകൊണ്ട് ഒരു 10 രൂപ കുറച്ചുള്ളൂ. 10-40 ലാസ്റ്റ് ഫൈനൽ. എത്ര ലോൺ കയറും? 10 രൂപ ലോൺ. 10 രൂപ ലോൺ തരിക. ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ 2018 ക്രെറ്റ ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി ഇവിടെ നടക്കാം. അതേപോലെ തന്നെ ഒരു ബ്രസ വരുന്നുണ്ട് ഡുവൽ ടോണില്. ഏതാ മോഡൽ വരുന്നത് ഈ ബ്രസ? ഇത് 2017 ZDI പ്ലസ്. 2017 ZDI പ്ലസ് ആണ് വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ടൈപ്പ്. ഓക്കെ, മാനുവൽ. ഇത് സിംഗിൾ ഓണർ. കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര വേണം? ഇത് നമ്മളിവിടെ 8.25 ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. 8.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 8 ലക്ഷം രൂപയ്ക്ക് 2018 ZDI പ്ലസ് ഡുവൽ ടൂണിൽ വരുന്ന ബ്രസ 8 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? ഇതിമേ 8 ലക്ഷം രൂപ വരെ 8 ലക്ഷം രൂപ വരെ ലോൺ കയറും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു എർട്ടിക വന്നിട്ടുണ്ട്. എർട്ടിക 2014 ZDI. 2014 ZDI. ഓൺഷിപ്പ് വരുന്നത്? ഇത് തേർഡ് ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഡീസൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു നല്ലൊരു വണ്ടി. 2014 7 സീറ്റിൽ വരുന്ന ഒരു എർട്ടിക. ഓൾമോസ്റ്റ് എല്ലാരും അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടിയാണ്. കിലോമീറ്റർ 1.5 മുകളിൽ ഓടിച്ചിട്ടുണ്ടല്ലേ? റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇത് 4.25 ലക്ഷം രൂപ. 4.25. എത്ര ലോൺ കയറും? ഇതിന് 4 ലക്ഷം രൂപ ലോൺ. 4 ലക്ഷം രൂപ വരെ ലോൺ കയറും. ഓക്കെ, അപ്പൊ എന്തായാലും ഹൈദരാബാദ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് അതായത് നമ്മള് കോഴിക്കോട് മലപ്പുറം അല്ലെ? കോഴിക്കോട് മലപ്പുറം മോങ്ങത്ത് അറബി റോഡിന്റെ അടുത്തായിട്ട് നമ്മളെ റിയൽ ഡീൽ. എന്തായാലും ലൊക്കേഷൻ ഹൈദർഖാന്റെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുക്കാൻ. നിങ്ങൾ വേഗം വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണം.